Hi, welcome to my class C++. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി 2ാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കുള്ള കൊമേഴ്സ് ബാച്ചിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു പാഠഭാഗമാണ്. 2ാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്ക് പ്രധാനമായിട്ടും 11 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. മൊത്തം 11 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ C++ എന്താണെന്നും C++ൻ്റെ ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, അങ്ങനെ C++ ഭാഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുടെയും അടിസ്ഥാനം +1 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന് പറയുന്ന 4ാമത്തെ +1 ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് C++ൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എല്ലാം അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ്. അന്ന് പഠിക്കുന്ന കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ 2ാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഉറപ്പായും ഉണ്ടായിരിക്കുമെന്ന്. അതാരും മറന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറന്നുപോയവരും ഉണ്ടായിരിക്കാം. മറന്നു പോയവർക്ക് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി കൂടി ഉള്ളതാണ് ഈ ക്ലാസ്. കാരണം അത് ഓർമ്മിച്ചെടുത്താൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. C++ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. C++ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ് ശരിക്കും C++ എന്ന് പറയുന്നത്. പിന്നെ C++ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ് ശരിക്കും C++ എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചതെല്ലാം അറിയാം. 1985 ജാൻ സ്ട്രൗസ്ട്രപ്പ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, C++ എന്ന് പറയുന്ന ഈ ഒരു ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത്. ജാൻ സ്ട്രൗസ്ട്രപ്പ്. ഓക്കെ. പിന്നെ C++ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും, അതായത് മാക്കിലായാലും, മാക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാസിൻറ്റോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ആപ്പിൾ, അതേപോലെ ലിനക്സ്, വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ഫേമസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയാണ്, അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ഭാഷയാണ് ശരിക്കും C++ എന്ന് പറയുന്നത്. പിന്നെ ഈ C++ ഓഫേഴ്സ്, അതായത് ഇറ്റ് ഓഫേഴ്സ് ക്ലാസസ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. പേര് കേട്ട് പേടിക്കണ്ട. ക്ലാസസ് എന്താണ്, അബ്സ്ട്രാക്ഷൻ എന്താണ്, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പോകെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. പിന്നെ ഇനി C++ എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ C++ is an object-oriented programming language developed by Jan Stroustrup, 1985. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, +1 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതുമാണ്. C++ൻ്റെ ഒരു ബേസിക് എന്താണെന്ന് പറയുവാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ സെറ്റ് വരുന്നുണ്ട്, ടോക്കൺസ് വരുന്നുണ്ട്, പിന്നെന്താ മെയിനായിട്ടും വരുന്നത് ഏതൊക്കെയാണ്, ക്യാരക്ടർ സെറ്റും ടോക്കൺസും തന്നെയാണ്. ഈ ക്യാരക്ടർ സെറ്റിനെയും ടോക്കൺസിനെയും നമ്മൾ വീണ്ടും ഒരുപാട് ഡിഫൈൻ ചെയ്യാറുണ്ട്. അതിൽ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും പറയാം.
ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിമ്പിൾസ്. അതായത് സെറ്റ് ഓഫ് വാലിഡ് സിമ്പിൾസ്, കുറേയധികം സിമ്പലുകളുടെ, വാലിഡ് ആയിട്ടുള്ള സിമ്പലുകളുടെ ഒരു സെറ്റാണ് ശരിക്കും ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞ് C++ൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മലയാളം ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ആൽഫബറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതും ഒരു ഭാഷ, അല്ലെങ്കിൽ അതിന് മനസ്സിലാവുന്ന ഒരു പ്രത്യേകതരം ഒരു ഭാഷയുണ്ട്. ആ ഭാഷ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവൂ. അതായത് നമ്മൾ പറയുന്ന മലയാളവും ഇംഗ്ലീഷിനൊന്നും കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ബൈനറി ഡിജിറ്റ്സ് മാത്രമാണ്. ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുമ്പം 0യും 1ഉം ചേർന്നതാണ്. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഓരോ ഇൻപുട്ടുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താണ് ശരിക്കും കമ്പ്യൂട്ടർ നമുക്കൊരു ഔട്ട്പുട്ട് പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സെറ്റ് അഥവാ അപ്പോൾ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിമ്പിൾസ് കോൾഡ് ക്യാരക്ടേഴ്സ്. അതായത് ഈ വാലിഡ് ആയിട്ടുള്ള സിമ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾഡ് ക്യാരക്ടേഴ്സ്, ദാറ്റ് എ ലാംഗ്വേജ് ക്യാൻ റെക്കഗ്നൈസ്. എ ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് എനി ലെറ്റർ, ഡിജിറ്റ് ഓർ എനി അതർ സിമ്പിൾസ്. ഓക്കെ, ഒരു ഭാഷയിൽ ഉപയോഗിക്കുന്ന വിവിധ ചിഹ്നങ്ങളുടെയും അക്ഷരങ്ങളുടെയും ഒരു സെറ്റിനെയാണ് നമ്മൾ ശരിക്കും ക്യാരക്ടർ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏതെങ്കിലും അക്ഷരത്തെയോ അക്കത്തെയോ അല്ലെങ്കിൽ ചിഹ്നത്തെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണയായി പ്രതിനിധീകരിക്കുന്നത്. C++-നകത്ത് ഈ ക്യാരക്ടർ സെറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്റർ A to Z ഉണ്ട്, അതേപോലെ സ്മോൾ ലെറ്റർ A to Z ഉണ്ട്. പിന്നെ വരുന്ന ഡിജിറ്റ്സ് ആണ്. ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 0 to 9, 0 മുതൽ 9 വരെയാണ് ഡിജിറ്റ്സ് ഉള്ളത്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കീബോർഡിനകത്ത് തന്നെ ഉള്ളതാണ്. ഹാഷ് ഉണ്ട്, സെമി കോളൻ ഉണ്ട്, കോളൻ ഉണ്ട്, അറ്റ് ഉണ്ട്, എക്സെട്ര. പിന്നെ അതേപോലെ കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഏത്, വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ, ഏതൊക്കെ കീവേഡുകളാണ് വൈറ്റ് സ്പേസിനകത്ത് വരുന്നത്. ഒന്ന് സ്പേസ് ബാർ വരുന്നുണ്ട്, പിന്നെ ടാബ് വരുന്നുണ്ട്, അതേപോലെ ന്യൂ ലൈൻ, അങ്ങനെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ഒരുപാടുണ്ട്. എന്നാലും നമ്മൾ പ്രധാനമായിട്ടും ക്യാരക്ടർ സെറ്റിൽ അറിഞ്ഞിരിക്കേണ്ടത് ലെറ്റേഴ്സ്, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് വൈറ്റ് സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ ഇതൊക്കെയാണ്. ആദ്യം പറഞ്ഞത് C++ is the most popular computer language in the world and it is an object-oriented computer language. സോ അതായത് ഇതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ സോ ദിസ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു മേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് നൗ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്തുവാ, this language is used for everything from the operating system to the creation of the game etc. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ ഗെയിമുകൾ വരെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. Even though it is almost 33 years old, it is still used to make many innovative applications. And it was developed by 1985. It was developed by Jan Stroustrup 1985. And it offers, C++ offers classes, abstraction, encapsulation, inheritance, and polymorphism. And it is also the language that can be used by all operating systems like Mac, Linux, Windows, etc.
പിന്നെ പറഞ്ഞ എന്താണ് C++ എന്ന്. എന്താണ് C++ എന്നാണ് ഇത്ര നേരം പറഞ്ഞത്. എന്നാലും ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C++ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ് ബൈ ജാൻ സ്ട്രൗസ്ട്രിപ്പ് 1985. പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വന്നത് ക്യാരക്ടേഴ്സ് സെറ്റ്, പിന്നെ പറഞ്ഞത് ടോക്കൺസ് ആണ്, എക്സെട്ര. അതിൽ നമ്മൾ ആദ്യം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് ക്യാരക്ടർ സെറ്റിനെ കുറിച്ചാണ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് സിമ്പിൾസ് കോൾഡ് ക്യാരക്ടേഴ്സ്. സെറ്റ് ഓഫ് വാലിഡ് സിമ്പിൾസ് ദാറ്റ് കോൾഡ് എന്താ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് ഏതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. ക്യാരക്ടർ പ്രധാനമായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഒന്ന് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ A to Z ആൻഡ് സ്മോൾ ലെറ്റർ A to Z. പിന്നെ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 to 9 ആൻഡ് special characters, and finally white space, etc. Okay, thank you.